ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് വെട്ടണത് ഒരു നൈറ്റിയാണ്, അതായത് ചുരിദാർ മോഡൽ നൈറ്റിയാണ് വെട്ടണത് കേട്ടോ. അപ്പോൾ അത് വെട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു തുണി എടുത്ത് ആദ്യം നല്ല നീളത്തിൽ രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ വട്ടത്തിലും രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫോൾഡായ ഭാഗം, അതായത് 4 ഫോൾഡിങ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഈ ഭാഗം ഫോൾഡ് അല്ലാത്ത ഭാഗമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് വെട്ടണേന്ന് നോക്കാം. അപ്പോൾ 52 ഇഞ്ച് ഇറക്കവും 44 ഇഞ്ച് വണ്ണമുള്ള ഒരാളുടെ നൈറ്റി പീസാണ് ഇത്. നൈറ്റിയാണ് ഇത്. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഷോൾഡർ തുടങ്ങി ഒന്ന് അളന്നെടുക്കാം. ഞാൻ ആദ്യം അളന്ന് വെട്ടിയപ്പോഴത്തേക്ക് എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ രണ്ടാമത് വീഡിയോ എടുക്കണേ. അപ്പം ഷോൾഡറിൽ നമ്മൾ ആദ്യം എടുക്കണത് ഇറക്കമാണ്. അപ്പോൾ ഇറക്കം മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾക്ക് എന്തോരം വേണോ അതൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. അപ്പം 52 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പിലും ഞാനതൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറിൻ്റെ അകലമാണ്. അകലം എന്ന് പറയുമ്പോൾ 8 ഇഞ്ചാണ്. 8 ഇഞ്ച് ഷോൾഡറിൻ്റെ അകലവും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും, അങ്ങനെ നമ്മൾ 8.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്കും ഇതുപോലെ ഒരു 8 ഇഞ്ച് 8 ഇഞ്ച് മതി കേട്ടോ. 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മുടെ വണ്ണത്തിൻ്റെ 4/1 ഭാഗം, അപ്പം 44ൻ്റെ 4/1 ഭാഗം എത്രയാണ്? 11. ആ 11 ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു നമ്മുടെ ആം ഹോളിൻ്റെ അളവുകൾ. നമ്മൾ ഷെയ്പ്പിൻ്റെ അളവാണ് എടുക്കണത്. അപ്പോൾ ഷെയ്പ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 13, പൊക്കോളാകുമ്പോൾ 14 എടുത്തോട്ടെ. പൊക്കമുള്ള ആൾക്ക് 14 വേണം. പൊക്കം അത്ര അധികം പൊക്കമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇനി ഷെയ്പ്പിൻ്റെ വണ്ണമാണ് വേണ്ടത്. അപ്പോൾ ഷെയ്പ്പിൻ്റെ 4/40 അപ്പോൾ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. 10 ഇഞ്ച് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് വരച്ചെടുക്കാം. അതായത് നമ്മുടെ ആം ഹോളിൻ്റെ സ്റ്റിച്ചിങ് ഭാഗവും തയ്യൽ തുമ്പും കൂടി ഇതുപോലെ വരച്ചെടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു വര ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇത് ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻ്റിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് ആക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നത് ഇതുപോലെ ഒന്ന് ആക്കുക. അപ്പം കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് കൈ കിട്ടണത് ഇത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഏത് ഭാഗത്തുനിന്ന്? നമ്മൾ ഈ വരച്ചേക്കണത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് കൈ കിട്ടുള്ളൂ. അപ്പോൾ ആ കൈ അവിടെ തന്നെ നമുക്ക് ആ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ വരച്ചേക്കണ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പം അടിവണ്ണം കൈക്ക് വണ്ണമുള്ളതാണ്, ഒരു 7.5 ഇഞ്ച് വേണം. അപ്പം ഞാൻ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. കണ്ട, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഇറക്കം എത്ര കിട്ടുമെന്ന് നോക്കാം. അപ്പം തേര് ഭാഗമായതുകൊണ്ട് നമുക്ക് മടക്കി അടിക്കണ്ട. 8 ഇഞ്ച് കിട്ടും. 8 ഇഞ്ച് കിട്ടിയില്ലേ? നമുക്ക് ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് മതി. കണ്ട, മുകളിലോട്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിങ്ങനെ വരച്ചെടുക്കാം. കണ്ട, വരച്ച് ഇവിടേക്ക് കൊണ്ടുവരാം. കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഇവിടെ നിന്ന് തുടങ്ങിയുള്ള അളവ്, അതായത് നമ്മുടെ ഷോൾഡർ നമ്മൾ ആം ഹോള് വരച്ചിട്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് പിടിച്ച് ഇതുപോലെ വളച്ച് ഇങ്ങനെ കൊണ്ടുവരാം. കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 11 കിട്ടും. ആ 11 ഈ ഭാഗത്തുണ്ടാകുന്ന നോക്കണം. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം വരച്ചിട്ട് കട്ട് ചെയ്യാൻ. അപ്പം നമുക്ക് 11 ഇഞ്ച് നമുക്കിത് ഇവിടെയാണ് വന്നേക്കണം. കണ്ട, ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കാം. 11 ഇഞ്ച് നമുക്ക് ഇവിടെയാണ് വന്നേക്കണം. അപ്പോൾ ആ വര ഇതുപോലെ ചരിച്ച് വരച്ചാൽ മതി. കണ്ട, ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ താഴത്തേക്കുള്ള ഈ വണ്ണം ഉണ്ടല്ലോ, നമ്മുടെ ആം ഹോള് നമ്മൾ തയ്യൽ തുമ്പിട്ട് വരച്ചേക്കണത് ഇതുപോലെ കൊണ്ടുവന്ന് താഴേക്കൊന്ന് ആക്കിയാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ വര. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കഴുത്തിൻ്റെ അകലോ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കഴുത്തും കൂടെ ഒന്ന് വരക്കണം. അപ്പം കഴുത്തിൻ്റെ അകലം 3 ഇഞ്ചാണ്. ആ
ആ 3 ഇഞ്ച് നമുക്കിത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. 3 ഇഞ്ച്, കാരണം 3.25 ഇഞ്ച് കിട്ടണം. അതാണ് നമ്മൾ 3 ഇഞ്ച് വരച്ചേക്കണം. തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് 3.25 ഇഞ്ച് കിട്ടണം. അതുപോലെ ഇവിടെ നിന്ന് താഴത്തേക്കുള്ളത് അപ്പം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അതിന് ശേഷം ഉള്ളത് നമുക്കൊരു നൈറ്റി അല്ലേ, അത് ഇറക്കം വേണ്ട, 5 എടുത്താൽ മതി, 5 മതി. അതിനുശേഷം ഈ 3 അതുപോലെ തന്നെ ബാക്ക് കഴുത്ത് നമുക്ക് 4 മതി, ബാക്ക് കഴുത്ത് 4. ഇനി ഇതിവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. അത് നിങ്ങൾക്ക് കഴുത്ത് ഏത് വേണോ അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് വരച്ചെടുക്കുക. അപ്പം ഞാൻ എന്താ ഇത് രണ്ടും ഇതുപോലെ തന്നെ വരച്ചിട്ടുണ്ട്. ബാക്ക് കഴുത്ത് ഒരു യു പോലെയും ഫ്രണ്ട് കഴുത്തും അതുപോലെ തന്നെ ഒരു യു ആണ് എടുക്കണത്. കണ്ട, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ. ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കണത് നമ്മുടെ സ്ലീവാണ് കേട്ടോ. നമ്മൾ ആദ്യം സ്ലീവ് തന്നെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇറക്കമൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പീസ് ഇവിടുന്ന് പീസൊക്കെ എടുത്തു അടി പിടിപ്പിച്ചൊക്കെ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബാക്ക് കഴുത്താണ് വെട്ടണത്. ബാക്ക് കഴുത്ത് വെട്ടി, അതിനുശേഷം നമ്മൾ ഫ്രണ്ട് കഴുത്തും വെട്ടി. ഇതൊക്കെ നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ ഒരു പീസും നമ്മൾ കളയരുതേ. അതിനുശേഷം നമുക്ക് താഴോട്ടൊന്ന് വെട്ടിയെടുക്കും. നമ്മൾ ഇതിലേ കൂടെ കണ്ട വെട്ടിങ്ങ എടുക്കണം. പറ്റം വരെ നമുക്ക് പോവണ്ട, വിരിവ് വേണമല്ലോ. നമുക്ക് കിട്ടാവുന്നത് മാത്രം മുറിച്ചെടുക്കുക. അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്ത് ഒരു ഇച്ചിരി കയറ്റി വെട്ടണം. അടിഭാഗത്ത് നമുക്കൊരു 2 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ നേർപ്പകുതിയിൽ നിന്നൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് ഒന്ന് കറക്റ്റിനൊന്ന് വെട്ടിയെടുക്കാം. അതല്ലെങ്കിൽ സൈഡ് തൂങ്ങിക്കിടക്കും. അങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാനായിട്ട് നമ്മളിതൊന്ന് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഒരു ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ഇത്ര ഉള്ളതൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ ഇടണം. അപ്പോൾ ഇനിയിതേ നമ്മൾ അന്നേരം സ്ലീവ് മാറ്റിയിട്ട് കൈക്കുഴി വെട്ടി കറക്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതും കൂടെ കറക്റ്റാക്കി എടുത്ത് കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം, ലൈക്കും നിങ്ങളുടെ കമൻറ്റും എല്ലാം അറിയിക്കണം. അപ്പം ഞാൻ വലിയ വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ ഇടുന്നത് ആദ്യത്തേതാണ് കേട്ടോ. ആദ്യത്തെ കട്ടിങ് വീഡിയോ ആണ്.